ഹൈബ്രിഡ് വണ്ടികൾക്ക് സർവീസ് കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ചിലർക്കുണ്ട്. ഈ പറയുന്നത്ര മൈലേജ് ഒന്നും ഈ ഹൈബ്രിഡ് വെഹിക്കിൾസിന് കിട്ടുന്നില്ല. ഇല്ല, എനിക്ക് കിട്ടിയില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്. എന്തുകൊണ്ട് ഇലക്ട്രിക് വണ്ടി ചൂസ് ചെയ്തില്ല ഇത്രയും കിലോമീറ്റർ ഓട്ടമുള്ള ഒരാൾ? പിന്നെ വേറൊരു കാര്യമാണ് ഹൈബ്രിഡ് വണ്ടികൾക്ക് പൊല്യൂഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. അതിന്റെ കാര്യം ഒന്ന് പറയോ? ടൊയോട്ട ഹൈറൈഡർ ഹൈബ്രിഡ് എങ്ങനെയുണ്ട്? ഹൈറൈഡറിൻ്റെ ഹൈബ്രിഡിന് അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻസി ഒക്കെ കിട്ടുന്നുണ്ടോ? ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് സർവീസ് കോസ്റ്റ് കൂടുതലാണോ? അതോ EV എടുക്കുന്നതാണോ ഇന്നത്തെ കാലത്ത് ലാഭം ഹൈബ്രിഡിനെക്കാട്ടിലും എന്നുള്ള കുറേ സംശയങ്ങൾ പലർക്കും ഉണ്ട്. അത് തികച്ചും ഒരു ഷോർട്ട് ടേം റിവ്യൂ കൊണ്ടോ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ടോ പറയാൻ സാധിക്കുകയില്ല. ഒരു ലോങ് ടേമിൽ മാത്രമേ അതിൻ്റെ ഒരു ആവറേജ് ആൻസർ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഈ കിടക്കുന്നത്. 60,000 കിലോമീറ്റേഴ്സോളം കവർ ചെയ്ത ഹൈറൈഡർ ഹൈബ്രിഡിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് എസ് വേരിയൻ്റ് ആണിത്. എസ്, G, V അങ്ങനെ 3 ഹൈബ്രിഡ് ഓപ്ഷൻസ് ആണുള്ളത്. ടോപ്പ് ഓപ്ഷനൊക്കെ വരുമ്പോൾ 25 lakhs മുകളിലൊക്കെ പോകുന്നുണ്ട്. സോ ഈ ഒരു വേരിയൻറ്റ് എന്തുമാത്രം വേർത്ത് ആണെന്നുള്ളതും ഇതിനകത്ത് ഫീച്ചേഴ്സൊക്കെ അത്യാവശ്യം ഉണ്ടെന്നുള്ളതും അതിനുപരി ഒരു ഡീസൽ വാഹനങ്ങൾ വാങ്ങിക്കാൻ പോകണോ അതോ ഒരു ഹൈബ്രിഡ് കാർ വാങ്ങിക്കുന്നതാണോ നല്ലത് അതോ ഇലക്ട്രിക് വാങ്ങിക്കുന്നതാണോ നല്ലത്? ഇപ്പം ഇത് ഇറങ്ങിയിട്ട് 1-2 വർഷമേ ആയിട്ടുള്ളൂ. ഇപ്പം തന്നെ 60,000 കിലോമീറ്റർ ഓടിയിട്ട് EVയിലോട്ട് പോകുന്നതല്ല ഈ യൂസറിന് നല്ലതെന്നുള്ള പല സംശയങ്ങൾ തോന്നിയേക്കാം. സോ അതൊക്കെ നമുക്ക് ഡയറക്റ്റ് യൂസറിനോട് തന്നെ ചോദിച്ച് ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചെയ്യാം. യൂസറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ 2 വർഷം കൊണ്ട് 60,000 കിലോമീറ്റർ കവർ ചെയ്ത യൂസർ ഇതാണ്. ഹായ് ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. ബ്രോയുടെ പേരും എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ? എൻ്റെ പേര് കുര്യൻ എന്നാണ്. ഞാൻ കൺസ്ട്രക്ഷനും ഉണ്ട്, നമുക്ക് പ്രീ സ്കൂൾ ഇവിടെ ഫ്രാഞ്ചൈസി ആയിട്ടുമുണ്ട്. ഓക്കെ, നാട്ടിൽ തന്നെയാണ്. സോ അതിയായ ഓട്ടോ ഉണ്ട്. നല്ല ഓട്ടോ ഉള്ളവരായിരിക്കും ഹൈബ്രിഡ് വാഹനങ്ങൾ എടുക്കുന്നത്. എന്നാലും ഒരു 60,000 കിലോമീറ്റർ ഒക്കെ ഓടി 2 വർഷം കൊണ്ട്. അപ്പം ഒരു വണ്ടി മാത്രമാണ് വിചാരിക്കും, അല്ല വേറെ വണ്ടികളും ഉണ്ട് ഇവിടെ. എന്നിട്ടും അത്രയും ഓട്ടം വരുന്നു. സോ അതിന്റെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയണം. ഫസ്റ്റ് ഓഫ് ഓൾ ഹൈറൈഡറിലേക്ക് വരാനുള്ള കാരണം അതിനകത്ത് പല ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡിലേക്ക് പോകാഞ്ഞത് എന്തുകൊണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ അറിയാനുണ്ട്. എന്തുകൊണ്ടാണ് ഇതിലോട്ട് വന്നത്? ഓൾറെഡി ഫാദറിന് ടൊയോട്ടയുടെ കൊറോള ഉണ്ടായിരുന്നു, ഓൾട്ടിസ്. അപ്പോൾ അത് നമ്മൾ ഓൾമോസ്റ്റ് 10 years യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് അറിയാം, ടൊയോട്ടയുടെ സർവീസ് ക്വാളിറ്റി എല്ലാം അറിയായിരുന്നു. അപ്പോൾ അത് കാരണമായിരുന്നു നമ്മളിപ്പോൾ ഹൈബ്രിഡ് ഇന്ത്യയിൽ പുതിയത് ലോഞ്ച് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഏതാണോ ബ്രാൻഡ് ഉള്ളത്, അപ്പോൾ ടൊയോട്ട തന്നെ അത് ഇറക്കി. മാരുതിക്കും ഉണ്ടായിരുന്നു. അപ്പം നമ്മളതിൽ പ്രിഫർ ചെയ്ത ടൊയോട്ടയായിരുന്നു. അതേപോലെ തന്നെ ഈ വേരിയന്റ് ടൊയോട്ടയ്ക്ക് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ, മാരുതിക്ക് ഇല്ലായിരുന്നു ഈ ഒരു വേരിയന്റ്. മാരുതിക്ക് 2 വേരിയന്റേ ഉള്ളൂ, ജിയും വിയും. ഫുൾ ഓപ്ഷൻ അതിന്റെ തൊട്ട് അത് തന്നെ അവരുടെ ആ വേരിയന്റ് നോമൻക്ലേച്ചർ. ഇതിന് SGV എക്സ്ട്രാ ഒരു 3rd വേരിയന്റ് ഇതിന് മാത്രമേ ഉള്ളൂ, ടൊയോട്ടയ്ക്ക് ആയിരുന്നു ഉണ്ടായിരുന്നു. അതെ 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 അതെ, എന്റെ പേർപ്പസ് മീറ്റ് ചെയ്യാൻ ഇതായിരുന്നു കറക്റ്റ്. ഓക്കെ, അപ്പോൾ വേറെ വണ്ടികളൊന്നും നോക്കിയില്ല, മീൻസ് ഈ ഒരു ഹൈബ്രിഡ് ആയിരുന്നു റിക്വയർമെന്റ് കൊണ്ട്? ഞാൻ ആക്ച്വലി ഡസ്റ്റർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്, റെനോ ഡസ്റ്റർ. അതിന്റെ 85 PS ഡീസൽ വേരിയന്റ് ആയിരുന്നു. അതും ഏതാണ്ട് ഒരു 2 years ഒരു 65,000 കിലോമീറ്റേഴ്സിന് മുകളിൽ ഓടിയായിരുന്നു. വണ്ടി നല്ലതാണ്, കംഫർട്ടബിൾ ആണ്. പക്ഷേ മെയിൻ്റനൻസ് കോസ്റ്റ് ഇച്ചിരി ഹയർ സൈഡിലായിരുന്നു. ഷോറൂമിലോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അതെ അതെ, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ചില പാർട്സിന്റെ ഷോർട്ടേജും വണ്ടിയെ സ്റ്റോപ്പ് ചെയ്ത ടൈം ആയപ്പോൾ അതിന്റെ ഇച്ചിരി ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഹ്യുണ്ടായി വെന്യൂ ആയിരുന്നു ആദ്യം ബുക്ക് ചെയ്തത്, ഡീസൽ തന്നെ. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴത്തെ വേരിയന്റ് ആയിരുന്നു ബുക്ക് ചെയ്തത്. SX അങ്ങനെ വേരിയന്റ് ആയിരുന്നു. അത് ബുക്ക് ചെയ്ത് ഉടനെ തന്നെയാണ് ഇതിന്റെ ലോഞ്ച് വരുന്നത്, ഹൈബ്രിഡ്. അപ്പൊ നമുക്ക് ഓൾറെഡി ടൊയോട്ട ക്യാമറിയുടെ ഹൈബ്രിഡ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് കുറച്ച് വർഷമായി. അപ്പൊ നമ്മളും ഒരുവിധം നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു അതിന്റെ കേട്ടത്. അപ്പൊ ഹൈബ്രിഡ് വൈസ് റിലയബിൾ ആണെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. പിന്നെ ആകെ മൈലേജിന്റെ ഇത് നമ്മൾ പിന്നെ വേറെ യൂസർ ഫീഡ്ബാക്കും നമുക്ക് അറിയില്ല ഈ വണ്ടിയുടെ, അത് നമ്മളൊരു ഗാംബിളായിട്ട് എടുത്തു. ടൊയോട്ട ആണ് എന്നുള്ളൊരു ട്രസ്റ്റിൽ ആ ഒരു ട്രസ്റ്റിന്റെ പുറത്ത് നമ്മൾ എടുത്തു. പക്ഷേ ഇതുവരെ നമ്മൾ ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഇതിന്റെ ഓൺ പ്രൈസ് എത്രയായിരുന്നു അന്ന്? നമ്മൾ അന്ന് എടുത്തപ്പോൾ 18.5 അടുത്തായി. പിന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ, ഇതിന് സ്റ്റീൽ വീൽസ് ആയിരുന്നു വരുന്നത്. അപ്പൊ നമ്മൾ അലോയ് വീൽസ് ചേഞ്ച് ചെയ്തു. അതേപോലെ ഗ്രഫീൻ കോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ക്ലാഡിങ്സ് എല്ലാം ബോഡി കളർ ആക്കി. അത് ടൊയോട്ട തന്നെ ചെയ്യിക്കുമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ടിൻറ്റ് ചെയ്തു. സോ ഒരു 18.5 ലക്ഷം രൂപയ്ക്ക് അന്ന് ഹൈബ്രിഡ് കിട്ടുമായിരുന്നു. ഇപ്പം എത്ര? 20+ ആവും ആ സെയിം വേരിയന്റ്.
ഓക്കെ, ഇനിയും വണ്ടിയുടെ എക്സ്പീരിയൻസുകളിലേക്ക് കിടക്കാം. ഉപയോഗിക്കുന്ന മറ്റ് വണ്ടികൾ ഏതാണെന്ന് ഇവിടെ ഒന്ന് പറഞ്ഞേക്കുക. ഇവിടെ ഒരു കാർ റോക്സ് കിടക്കുന്നു. നമുക്കൊരു താർ റോക്സ് പുതിയതുണ്ട്, പെട്രോൾ ഓട്ടോമാറ്റിക്സ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് താർ റോക്സ്, അതും AX7 ലക്ഷറി. അത് വളരെ റെയർ ആണ് അല്ലേ? റെയർ വണ്ടിയാണ്. പിന്നെ നമുക്കൊരു XUV 700 ഉണ്ട്, ഡീസൽ. അത് മാനുവൽ വണ്ടിയാണ്. അതുപോലെ ഒരു ഹ്യുണ്ടായി i20 IVT ഓട്ടോമാറ്റിക്. ഇതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതെ അതെ. ഓക്കെ, സോ അതിൽ നിന്ന് ഹൈ റൈഡർ എടുത്തപ്പോൾ കിട്ടിയ ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഹൈ റൈഡർ കംഫർട്ട് വൈസ് സസ്പെൻഷൻ ഇച്ചിരി സ്റ്റിഫാണ് കമ്പാരിറ്റീവ്ലി. ഹൈബ്രിഡ് ബാറ്ററി ഉള്ളതിന്റെ ആ ഒരു സ്റ്റിഫ്നെസ് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ്. ആർക്ക് വേണമെങ്കിലും ഇത് കയറി ഇരുന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇതിൽ ഒതുങ്ങും. നല്ല ഹൈ സീറ്റിംഗ് പൊസിഷനാണ്. അപ്പോൾ അത് കാരണം ഇപ്പോൾ നമുക്ക് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും പെട്ടെന്ന് തന്നെ വണ്ടി ഒരു ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. നല്ല വിസിബിലിറ്റി ആണ്, വിസിബിലിറ്റി നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. അത് കാരണം വലിയ ഇതില്ല. വൈഫൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? വൈഫ് ഡ്രൈവിംഗ് കുറവാണ്. ഓടിക്കുകയാണെങ്കിൽ അത് ഓക്കെയാണ്. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ഓടിക്കണേനുള്ള. പിന്നെ ഇപ്പൊ വേറെ സർവീസ് കോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളാണ്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. സോ ഇതിൽ ഏതെങ്കിലും ഏറ്റവും കൂടുതൽ കിലോമീറ്റേഴ്സ് എവിടെ വരെ പോയിട്ടുണ്ട്? ഇത് ആക്ച്വലി ലോങ് റൺ ആകെ പോയത് ഒരു ഊട്ടി പോയതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടെയുള്ള ഹൈ റേഞ്ച്, ഞങ്ങൾക്ക് കൺസ്ട്രക്ഷൻ സൈറ്റ് ഉള്ളത് ഇടുക്കിയിലാണ്. അപ്പൊ മെയിൻ ട്രാവൽ അങ്ങോട്ടാണ് പോയി വരുന്നത്. ആഴ്ചയിൽ ഒരു 2-3 ദിവസം. അങ്ങനെയാണ് ഇത് ഇത്രയും കിലോമീറ്റർ ആക്ച്വലി. അധികം ലോങ് ഒത്തിരി ദൂരം ഒന്നും പോകാതാണ് ഈ 60,000 ആയത്. സോ അതിന് പറ്റിയ വണ്ടിയാണിതെന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് ഒരു ഡെയിലി പർപ്പസ് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്? തീർച്ചയായിട്ടും ഡെയിലി പർപ്പസിന് നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഹൈ റേഞ്ച് കയറുമ്പോൾ ഇത് CVT ആണ്, 3 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ഡിലേ ഉണ്ട് വണ്ടി. നമ്മൾ ഇപ്പൊ ഹൈ റേഞ്ച് ഇപ്പൊ കയറി പോകുമ്പോൾ എഞ്ചിൻ നോയ്സും നല്ല കൂടുതലായിരിക്കും. ട്രാൻസ്മിഷന്റെയും അതെ അതെ. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഫ്യൂവൽ ചെയ്യുമ്പോൾ നമുക്ക് അത് കോമ്പൻസേറ്റ് ചെയ്ത് നമ്മൾ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. സൗണ്ടിന്റെ പ്രശ്നമാണ്. സോ എല്ലാവരും ഇപ്പം ഗ്രാൻഡ് വിറ്റാറയുടെ ആണെങ്കിലും ഹൈ റൈഡറിന്റെ ആണെങ്കിലും നോൺ ഹൈബ്രിഡ് വേരിയന്റ് മീൻസ് സ്മാർട്ട് ഹൈബ്രിഡ് വേരിയന്റ് നോക്കുമ്പോൾ 4 സിലിണ്ടർ ആണ്. പക്ഷെ പെർഫോമൻസ് കുറവാണ്. 1.5 ലിറ്റർ എഞ്ചിൻ ആണെങ്കിലും പെർഫോമൻസ് കുറവാണ്. ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഹൈ റൈഡറിലോട്ട് വരുന്നത്. ഹൈ റൈഡറിൽ വരുമ്പോൾ അതിന് ഈ 3 സിലിണ്ടറേ ഉള്ളൂ. അതൊരു പ്രശ്നമാണോ? അത് ആക്ച്വലി നമ്മുടെ എറണാകുളം ഇങ്ങനത്തെ ഡ്രൈവ്സിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ ആ ഒരു എഞ്ചിൻ നോയ്സ് തോന്നുന്നില്ല. നമ്മൾ ഹൈ റേഞ്ച് കയറുമ്പോഴേ നമുക്ക് ഇത് ഇച്ചിരി സ്ട്രെയിൻ ആയിട്ട് തോന്നുന്നു. പെർഫോമൻസ് വൈസ് കുഴപ്പമില്ല, നല്ലതാണ്. ഞാൻ ആക്ച്വലി XL6 ഓട്ടോമാറ്റിക് ഓടിച്ചായിരുന്നു ഇത് എടുക്കുന്ന സമയത്ത്. പക്ഷെ അതും ഇതും ഭയങ്കര വ്യത്യാസമാണ്. അതിന്റെ 1.5 4 സിലിണ്ടർ എഞ്ചിനാണ്. പക്ഷെ ഇതാ ഹൈബ്രിഡ് ബാറ്ററി ഉള്ളതിന്റെ ചെറിയൊരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ട്. ഹൈബ്രിഡിലോട്ട് മീൻസ് EV മോഡിലോട്ട് സ്വിച്ച് ആകുമ്പോൾ പെർഫോമൻസ് നല്ലതായിട്ട് കിട്ടും അല്ലേ? നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ആദ്യമേ വണ്ടിയുടെ കാര്യത്തിൽ ഒരു പോരായ്മ പറഞ്ഞിരുന്നു, സസ്പെൻഷന്റെ കാര്യം. സോ ആ ഒരു കാര്യത്തിനെ ഒന്ന് വിശദീകരിച്ച് എല്ലാവർക്കും അറിയണം. കാരണം എങ്ങനെയുണ്ട് ബാഡ് റോഡ്സിലും നോർമൽ റോഡ്സിലും ഒക്കെ കിട്ടുന്ന സസ്പെൻഷൻ കംഫർട്ട് എങ്ങനെയാണ്? അത് നമ്മൾ ഡസ്റ്റർ യൂസ് ചെയ്ത ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും. ഏറ്റവും കംഫർട്ടബിൾ വണ്ടി ആ ഒരു പ്രൈസ് റേഞ്ചിൽ. നമ്മൾ അതിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഇതുണ്ട്. ആ ബാക്കിൽ എസ്പെഷ്യലി ബാക്കിൽ ഇരിക്കണവർക്ക് ആ ഒരു സ്റ്റിഫ്നെസ് ഇച്ചിരി തോന്നുന്നത്. ഡ്രൈവർക്കും കോപ്പാസഞ്ചർക്കും അത്രയും കുഴപ്പമില്ല. എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഇത് മാനേജബിൾ ആണ്. നമുക്ക് അങ്ങനെ ഭയങ്കര ടൂം ഹാഷ് എന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ഡെയിലി യൂസിനൊന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ബാഡ് റോഡിലൊക്കെ പോയിട്ടുണ്ടോ? കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ കേറുമ്പോൾ അങ്ങനെ മോശം വഴിയിൽ പോകേണ്ടി വരാറുണ്ടെങ്കിൽ ചെറിയ ചെറിയ റോഡുകളാണ്. പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ല, ഇത് വണ്ടി കയറി പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. നമുക്ക് സൗണ്ട് ഉള്ളിലോട്ട് പെട്ടെന്ന് അറിയും ഇങ്ങനത്തെ. ഇതിന്റെ ബോഡിയും പാർട്സ് ഒക്കെ മാരുതിയുടെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റേതായൊരു മീൻസ് എഞ്ചിനും അതിന്റെ ഒരു ഹൈബ്രിഡ് ടെക്നോളജി മാത്രമാണ് ഇതിന്റെ. ഇപ്പൊ ചെറിയ ചെറിയ റാറ്റിൽസ് അങ്ങനത്തെ സൗണ്ടുകൾ ഉണ്ടല്ലേ, അത്രേ ഉള്ളൂ. ഓക്കെ, അതുപോലെ ലോങ് മീൻസ് നല്ല സ്പീഡിൽ പോകുമ്പോൾ ഒരു 80-90 ഒക്കെ പോകുമ്പോൾ കോർണേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ എങ്ങനെയുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് സസ്പെൻഷനിൽ നിന്ന് കിട്ടുന്നത്? സ്റ്റേബിൾ ആ വണ്ടി, അത്യാവശ്യം സ്റ്റേബിൾ തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻസിന് പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കാര്യം ഡസ്റ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറവാണ്. ഡസ്റ്റർ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ബെറ്റർ ആണ്. ബട്ട് ഡസ്റ്റർ ബെറ്റർ ആണ്. ഡസ്റ്റർ ബെറ്റർ ആണ്. അതായത് ഈ കോർണറിംഗ് സ്റ്റെബിലിറ്റിയിലും. അതെ. നമ്മൾ ഇതേ സെഗ്മെന്റിലെ ബാക്കി വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഇറ്റ്സ് ഫൈൻ. സോ അപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ ബോഡി റോൾ ഉൾപ്പെടുവോ?
ഇല്ല ബോഡി റോൾ ഒന്നും അങ്ങനെ ഡസ്റ്റർ നല്ല ബോഡി റോൾ ഉള്ള വണ്ടിയാണ്. സോ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഇത് എങ്ങനെയുണ്ട്? അങ്ങനെ ഫീൽ ചെയ്തില്ല അങ്ങനെ ഒരു ഇതായിട്ട്. ബാക്കിലിരിക്കുന്നവർ എന്താണ് പറയാറുള്ളത്? ബാക്കിൽ ഇപ്പൊ ചെറിയ ട്രാവൽ കുഴപ്പമില്ല, എന്നാലും നമുക്ക് മാനേജബിളാ. അങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ആരും പറയില്ല. അങ്ങനത്തെ ഒരു സ്മോൾ ഫാമിലിക്ക് ഐഡിയൽ കാർ. ഓക്കെ. സോ നമുക്ക് ഇനി ഹെഡ് റൂമിനെ പറ്റി അറിയണം. തലയിൽ മുകളിലോട്ട് സ്പേസ് ഉണ്ടോ എന്നുള്ളത്, ബാക്കിലെ ലെഗ് സ്പേസും കാര്യങ്ങളും, പിന്നെ അകത്ത് ഈ ഒരു 19 lakhs അല്ലെങ്കിൽ 20 lakhs താഴെ കിട്ടിയ ഹൈബ്രിഡ് വെഹിക്കിൾ എന്ന നിലയ്ക്ക് ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയണം. അതൊക്കെ നമുക്ക് അകത്ത് കയറിയിട്ട് ചോദിക്കാം. ഓക്കെ. യെസ്. സോ ഇന്റീരിയർ കയറി വലിയ ഗിമിക്സോ കാര്യങ്ങളോ അധികം ഫീച്ചേഴ്സുകളോ പാനോരമിക് സൺറൂഫുകളോ ഒന്നുമില്ല, ആവശ്യത്തിനുള്ള കാര്യങ്ങളുള്ള ഒരു ഹൈബ്രിഡ് വേരിയന്റ് അല്ലേ? സോ എന്തുമാത്രം വേർത്താണ് ഈ വണ്ടി? ഇതിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആവശ്യമുള്ളതൊക്കെ ഉണ്ടോ? നമുക്കിപ്പോ ഡേ ടു ഡേ ലൈഫിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാരും ഡിമാൻഡ് ചെയ്യണ കാർ പ്ലേ ആണ്. അത് ഇതിലുണ്ട്, വയർലെസ്. പിന്നെ ക്രൂസ് കൺട്രോളും ഉണ്ട്. പിന്നെ സൺറൂഫ് ഇല്ലാത്ത കൊണ്ട് ആക്ച്വലി നമുക്ക് ഹെഡ് റൂം ഇച്ചിരി കൂടുതലാണ്. അല്ലെങ്കിൽ ഇച്ചിരി റൂഫ് ഇതായിട്ടാ വരുന്നത്. ആ ഗ്ലാസ് ഏരിയ വരുമ്പോ റൂഫ് ഇതായിട്ട് വരികയും ചെയ്യും. ആ ഒരു മെറ്റീരിയൽ അതെ, അത് ഭയങ്കര നമ്മുടെ ക്ലൈമറ്റില് യൂസർ ഫീഡ്ബാക്ക് ഭയങ്കര ഇതാ, ചൂട് പെട്ടെന്ന് ഉള്ളിലോട്ട് കയറും അങ്ങ് വരുന്നത്. സൺറൂഫിന്റെ കർട്ടൻസ് മോശമാണെന്ന് ഗ്രാനുവിറ്റേറ യൂസേഴ്സും പറയാറുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് തന്നെയാണ്. പിന്നെ നമുക്കിപ്പോ ലെതർ ഇന്റീരിയേഴ്സ് ഇല്ല, അതൊന്നും അതിപ്പോ ഓരോരുത്തർ പേഴ്സണൽ ഇതുപോലെയാണ്. മെയിൻ പ്രൈമറി വെഹിക്കിൾ ആയിട്ടാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ലെതർ ഇന്റീരിയേഴ്സ് പോകാം. അതെ. പിന്നെ ഓട്ടോമാറ്റിക് AC ആണ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്, CVT ഗിയർ ബോക്സ്. അത് ഹൈബ്രിഡ് വേരിയന്റ് എല്ലാത്തിനും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതാ. IRVM ഓട്ടോമാറ്റിക് ആണ് അല്ല, അത് മാനുവൽ ആണ്. അതേപോലെ പക്ഷെ നമുക്ക് ഐസോഫിക്സ് വരുന്നുണ്ട് ബാക്കിൽ. അപ്പൊ അത് ഞാൻ ഒരു ചെക്ക് ചെയ്ത ഒരു കാര്യമായിരുന്നു, എനിക്ക് വേണമായിരുന്നു. കാരണം പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ സേഫ്റ്റിയുടെ അവരിത്. പിന്നെ ഇപ്പൊ ഒരു പുതിയ അപ്ഡേറ്റിൽ എനിക്ക് തോന്നുന്നത് 6 എയർ ബാഗ്സ് എല്ലാ വേരിയന്റിനും ഉണ്ടെന്ന് തോന്നുന്നു ഹൈബ്രിഡ്. അതെ. ഇതിനിപ്പോ 2 എയർ ബാഗ്സേ ഉള്ളൂ ബേസ് വേരിയന്റ് ആയതുകൊണ്ട്. അത് മാത്രമേ എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് ഇന്റീരിയറിൽ എയർ ബാഗ്സ് 2 ഉള്ളൂ. അതർവൈസ് എല്ലാം ഐ എം ഹാപ്പി. ആവശ്യമുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. കാരണം 4 പവർ വിൻഡോസ് ഉണ്ട്, 1 ടച്ച് ഡൗൺ അതുകൊണ്ട്. ഇപ്പൊ ഉപയോഗിക്കുന്നത് ഒരു AX7 ലക്ഷറി മഹീന്ദ്ര താർ റോക്സ് ഉണ്ട്, ഒരു XUV700 ഉണ്ട്. രണ്ടും ഫീച്ചേഴ്സിന്റെ കിങ് ആണ് ഇന്ത്യൻ റോഡ്സിലെ. സോ ആ വണ്ടിയിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോൾ ഉള്ള ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ ഫീൽ ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടിയിരുന്നത്. അത് നമ്മള് ചില സമയത്ത് ഇപ്പൊ നമുക്ക് സൗണ്ട് സിസ്റ്റം, സ്പീക്കേഴ്സ്, അതിന്റെ ഡിഫറൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. വണ്ടി അങ്ങനെ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉള്ളത്. പക്ഷെ നമ്മളിപ്പോ ഒരു ഡെയിലി ഡ്രിവൺ വണ്ടി എന്ന് നോക്കുമ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്. ഓക്കെ. ഇനിയും അറിയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ ഫ്യൂൽ എഫിഷ്യൻസി. മെയിൻലി അതിനാണല്ലോ എടുക്കുന്നത്. മെയിൻ ക്വസ്റ്റ്യൻ ആണ്. സോ എത്ര മാക്സിമം കിട്ടിയിട്ടുണ്ട്, എത്ര കിട്ടാറുണ്ട്, എത്ര വരെ താഴെ പോയിട്ടുണ്ട്? ഞാനിപ്പോ ആഴ്ചയിൽ ഒരു 3 ദിവസം ഇടുക്കി, കട്ടപ്പന, ആ നെടുങ്കണ്ടം സൈഡ് ട്രാവൽ ആണ് ഉള്ളത്. അത് ആവറേജ് ഒരു 20-21 അറ്റ് ദി മോസ്റ്റ്. അതിന് മുകളിൽ നമുക്ക് കിട്ടാറില്ല. പക്ഷെ അതേസമയം നമ്മളിപ്പോ ഇവിടെ നിന്ന് കോഴിക്കോട്, കാസർഗോഡ്, എറണാകുളം ടു കോഴിക്കോട് പോയി വന്നാൽ നമുക്കൊരു 27 വരെ കിട്ടാം. നമ്മുടെ ആവറേജ് സ്പീഡ് ഒരു 60-70 മെയിൻറ്റെയിൻ ചെയ്തു. നൈറ്റ് ഡ്രൈവിന്റെ കാര്യമാണോ അതോ? അല്ല, നോർമൽ ഇത് ഇപ്പൊ നമുക്ക് ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇത് വേണം. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ലുലു എടപ്പള്ളിയുടെ അവിടെ പീക്ക് അവേഴ്സിൽ ചെന്നാൽ ഇത് ഈ മൈലേജ് 20 എന്നുള്ള വീണ്ടും താഴും, ഒരു 15 ഒക്കെ വരും. ഹൈബ്രിഡ് വർക്ക് ചെയ്യണമെങ്കിൽ വണ്ടി മോഷനിലായിരിക്കണം, പക്ഷെ നോട്ട് ടു ഫാസ്റ്റ്. ഒരു 40-60 കിലോമീറ്റർ സ്പീഡിലാണ്. ആ സ്പീഡിലെ അതിലാണെങ്കിൽ ഇത് മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യാം നമുക്ക്. ഇതിൽ കാണിക്കും അല്ലേ? അതെ നമുക്ക്. ഓക്കെ. സോ ഹൈബ്രിഡ് വണ്ടി ആണെങ്കിൽ സിറ്റി ഡ്രൈവിൽ കൂടുതൽ എഫിഷ്യൻസി കിട്ടുന്നു, ലോങ് ഡ്രൈവിനെക്കാട്ടിൽ ബെറ്റർ സിറ്റി ഡ്രൈവിലാണ് കിട്ടുന്നതെന്ന് പറയാറുണ്ട്. അതെങ്ങനെ ഫീൽ ചെയ്തു? ഞാനത് എപ്പോഴും പറയുന്ന ആൾക്കാർ എന്റെ അടുത്ത് ഇത് ചോദിക്കും മൈലേജ്. ഞാൻ പറയും സിറ്റി കിട്ടില്ല, നിങ്ങൾ എറണാകുളം ടു കോഴിക്കോട് ട്രാവൽ ചെയ്തു, നിങ്ങൾക്ക് ടൊയോട്ട പറയണ മൈലേജ് കിട്ടുമെന്ന് പറയും. ശരി. അല്ലാത്തപ്പം ഈ പറയുന്ന അത്ര മൈലേജ് ഒന്നും ഈ ഹൈബ്രിഡ് വെഹിക്കിൾസിന് കിട്ടുന്നില്ല. ഇല്ല, എനിക്ക് കിട്ടിയില്ല. എന്റെ ഒരു പേഴ്സണൽ ഇതാണ്. കാരണം എന്റെ വൈഫ് ക്യാരിങ് ആയിരുന്നപ്പോ ഞങ്ങള് അവിടെ എറണാകുളത്തായിരുന്നു 3 മന്ത്സോളം. ആ 3 മന്ത്സ് ഡെയിലി ഡ്രൈവ് ചെയ്യുമ്പോ ഇതിന്റെ ഹൈബ്രിഡ് വണ്ടി കുറച്ച് മൂവ് ചെയ്താൽ ആ ഹൈബ്രിഡ് സിസ്റ്റം ഒന്ന് വർക്ക് ആവുള്ളൂ. അതിനുള്ള ഇത് കിട്ടുന്നില്ലായിരുന്നു. അന്നേരം ആവറേജ് കിട്ടിക്കൊണ്ടിരുന്ന 14-15 ഒക്കെ ആയിരുന്നു. ത്രൂ ഔട്ട് സിറ്റി യൂസ് ആണെങ്കിൽ. ത്രൂ ഔട്ട് ഇപ്പൊ നമ്മൾ MG റോഡ്, ലുലു അങ്ങനത്തെ ട്രാവൽ ഒക്കെ ആവുമ്പോൾ ഇതിനകത്ത് വണ്ടി ഐഡിൽ ഇടാറുണ്ടോ? നിർത്തിയിട്ട് AC ഇട്ട് ഇരിക്കാറുണ്ട്? കുറവാണ്, അങ്ങനെ കുറവാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഐഡിൽ.
ഓക്കെ. സോ നമ്മൾ മുമ്പല്ലേ ഫ്യൂൽ എഫിഷ്യൻസിയുടെ ഒരു ഗ്രാഫ് കാണിച്ചു, ഒരു ചാർട്ട് കാണിച്ചു. സോ അത് റീസെന്റ് ഈ വീക്കിൽ ഓടിച്ചതിന്റെ അല്ലേ? അതെ അതെ, അത് നമ്മൾ ഓരോ റീഫ്യൂല് കഴിയുമ്പോഴും ഇതിൽ കാണിക്കും. അതിങ്ങനെ ഓരോ വീക്കും അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ വീക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് 20 റേഞ്ച് ആണല്ലേ കിട്ടിയിരിക്കുന്നത്? അതെ, ഇതിപ്പോ നമുക്ക് നോക്കിയാൽ കാണാം 25th ഫെബ്രുവരി, 27th, 3rd, 4th, 7th. അപ്പം എല്ലാത്തിലും 22 മുകളിലോട്ട് കേറിയിട്ടില്ല. ഇതെല്ലാം ഹൈ റേഞ്ച് ട്രാവലും ആയിരുന്നു. നമ്മളിപ്പോ ഫുൾ ടാങ്ക് അല്ല, പക്ഷെ ഇത് ഭയങ്കര ആക്യുറേറ്റ് ആയതിന്റെ ഇത് ആക്യുറേറ്റ് ചെക്ക് നോക്കിയതാ, അതെല്ലാം നോക്കി ഫുൾ ഇത് വന്നതാ. ഒരു 0.1 or 2 വ്യത്യാസമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എല്ലാ വണ്ടികൾക്കും ഉള്ള ഒരു അതെ അതെ. അപ്പം ഹാപ്പി ആണോ ഈ കാര്യത്തില്? അതെ അതെ, തീർച്ചയായും. മൈലേജ് ഡസ്റ്റർ ഉണ്ടായിരുന്നപ്പോ നമുക്ക് ഇതേ യൂസിൽ ഒരു 15 ഒക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഡീസൽ ഇതേപോലെ ഹൈ റേഞ്ച് അങ്ങനത്തെ ട്രാവലിനൊക്കെ നമുക്ക് ഹൈവേ പോയാൽ 20 above കിട്ടുമായിരുന്നു, 85 bhp വണ്ടിക്ക്. പക്ഷെ നമ്മൾ ഹൈ റേഞ്ച് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ 14, 15, 16 അത്രേ കിട്ടുന്നുള്ളൂ. ഇത് ആ സമയത്ത് 20 ആയിട്ടുകൊണ്ട് നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റും കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഇത് അതെ അതെ തീർച്ചയായും. സോ കൂട്ടത്തിൽ ഒന്ന് ചോദിക്കുകയാണ്, താർ റോക്സിന് എത്ര കിട്ടാറുണ്ട്? അതൊരു 4000 എത്ര കിലോമീറ്റർ ആയിരുന്നു? അതിപ്പോ 4000 കിലോമീറ്റർ. എത്ര പെട്രോൾ താർ റോക്സിന് എത്ര കിട്ടുന്നുണ്ട്? നമ്മുടെ ഡെയിലി ഡ്രൈവിന് ഒരു 8 കിലോമീറ്റേഴ്സ്, 7-8. ഓക്കെ. നമ്മളിപ്പോ ഒരു ഹൈവേ ഒക്കെ പോയാൽ അതൊരു 10-11 ലോഡ് അറ്റ് ദി മോസ്റ്റ് കിട്ടും. അത് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് അതിന്റെ, അതുകൊണ്ടാണ് ഈ മൈലേജിൽ ഒരു ഇഷ്യൂ. CVT ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ കിട്ടുമായിരുന്നു. അതുപോലെ 700 അതിന് നമുക്ക് ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ഒരു 17 കിട്ടും. മാനുവൽ ആണ്, മാനുവൽ വേരിയന്റ്, ഓട്ടോമാറ്റിക് അല്ല. ഡെയിലി ഡ്രിവൺ ഒരു 14-15 കിട്ടുന്നുണ്ട്. നല്ല മൈലേജ് ആണ്. സോ ഇനി ഇതിന്റെ കാര്യങ്ങളിലേക്ക് വരാം. സോ ഇതിന്റെ ഗിയർ ബോക്സ് CVT ഗിയർ ബോക്സ് ആണ്. അതെ, എങ്ങനെയുണ്ട് ഗിയർ ബോക്സ്? ഇപ്പൊ നമ്മുടെ നാട്ടില് ഗിയർ ബോക്സ് CVT ആദ്യം വരുന്നത് ഹോണ്ട സിറ്റിയിലാണ്. ഇന്ത്യൻസിന് കുറച്ചുകൂടെ കൺവീനിയന്റ്. അതിലും കുറച്ചുകൂടെ റിഫൈൻഡ് ആണ് ആക്ച്വലി ടൊയോട്ടയുടെ ഇതേ CVT ഗിയർ ബോക്സ്. വേറെ CVT ഞാൻ ഫ്രണ്ട്സിന്റെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ബെലനോയുടെ അല്ല, ഞാൻ വേറെ ഹോണ്ട സിറ്റിയുടെ ആണ് എനിക്ക് ഇതുള്ളത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇത് ഭയങ്കര കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആണ് സിസ്റ്റം. നമുക്ക് അത്രയും സൗണ്ടും തോന്നുന്നില്ല ഒരു ഹോണ്ട സിറ്റി CVTയുടെ. ഇല്ല അത്രയും ഇല്ല. ഇത് ഹൈബ്രിഡ് ടെക്നോളജിയും കൂടി ഉള്ളത് കൊണ്ടായിരിക്കും ഭയങ്കര ബെറ്റർ ആയിട്ട് തോന്നി അത് വെച്ച് CVT ഗിയർ ബോക്സ്. ഇല്ല നമുക്കിതില് പവർ ഈക്കോ ചാർജിംഗ് എന്ന് പറഞ്ഞുള്ളതാണ്. ഇല്ല, അപ്പൊ നമ്മള് യൂഷ്വലി ഒരു ഈക്കോ എന്നുള്ള അതില് നമ്മുടെ നോർമൽ കാറിൽ ഒരു 1500 to 2500 ഇടയ്ക്ക് RPM ഓടിക്കണ അതേ ഇതാണ് ഇതിൽ ഈക്കോ മോഡ്. അതെ, സഡൻ ആക്സലറേഷൻ കൊടുത്താൽ ഹൈബ്രിഡ് ഇതാവില്ല. നമ്മളൊരു ഗ്രാജുവൽ ഇതായിട്ട് കൊടുക്കണം, കോസ്റ്റിംഗ് എന്നുള്ള രീതി. സോ അപ്പം ആ CVT ഗിയർ ബോക്സിന്റെ ഇഷ്യൂ ഡ്രൈവിംഗ് ഡെയിലി ലൈഫിൽ തോന്നാറില്ല? ഇല്ല, അങ്ങനെ വേറെ നമുക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ. പിന്നെ അകത്തെ ഒരു കംഫർട്ടിന്റെ കാര്യം, സീറ്റിന്റെ കാര്യം, ബാക്കിലെ സീറ്റിന് ലെഗ് സ്പേസ് ആവശ്യത്തിനുണ്ടോ? ഹെഡ് റൂം ഉണ്ട് എന്ന് പറഞ്ഞു, ബാക്കിലുണ്ട്. അതെ. ഓക്കെ, ലെഗ് റൂം എങ്ങനെയുണ്ട്? ലെഗ് റൂം ആവശ്യത്തിന് നമുക്ക് ഉണ്ട്. കാരണം ഇതിന്റെ ടോട്ടൽ ലെങ്ത് 4.3 മീറ്റേഴ്സ് എന്താണ്ടും ഉണ്ട്. ഓൾമോസ്റ്റ് ക്രെറ്റയുടെ ഇതായും കൊണ്ട് ലെഗ് സ്പേസ് നമുക്ക് ആവശ്യത്തിനുണ്ട്, പ്രശ്നമില്ലല്ലോ. പിന്നെ ബാക്ക് റെസ്റ്റ് ആംഗിൾ നമുക്ക് 2 സെറ്റ് ചെയ്യാം. ഇച്ചിരി അപ്രൈറ്റ് ആയിട്ടും ചെയ്യാം, ഇച്ചിരി ബാക്കിലോട്ട് ഇത് ചെയ്യാം. അപ്പൊ എന്നാലേ ബൂട്ടിലെ സ്പേസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം. അപ്പം അത് പറയുമ്പോൾ ബൂട്ട് സ്പേസിന്റെ കാര്യം ചോദിക്കുകയാണ്. ഹൈബ്രിഡ് ആയതുകൊണ്ട് ബാറ്ററി പാക്കും കാര്യങ്ങളും വരുന്നത് കൊണ്ട് ബൂട്ട് സ്പേസിന് കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ലേ? അതെങ്ങനെയാണ് ഡെയിലി ബൂട്ട് സ്പേസ് നമുക്ക് ഇച്ചിരി അധികം കോംപ്രമൈസ് ചെയ്യേണ്ട വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ എന്തെങ്കിലും ലഗേജ് കയറ്റണമെങ്കിൽ ഇതിന്റെ ബാക്കിലെ ട്രേ ഉണ്ട്, അത് നമ്മൾ റിമൂവ് ചെയ്ത് വെക്കും. അപ്പൊ നമുക്കിപ്പോ വലിയ എയർപോർട്ട് ബാഗൊക്കെ ആണെങ്കിൽ അത് അപ്രൈറ്റ് ആയിട്ട് വെച്ചാൽ നമുക്ക് ഇത് വിസിബിലിറ്റിക്കും പ്രശ്നമില്ല. റിയർ ഇല്ല, വലിയ അങ്ങനെ കുഴപ്പമില്ല. അത്യാവശ്യം വിൻഡോസ് എല്ലാം വലുതായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഓൾറൗണ്ട് വിസിബിലിറ്റി കുഴപ്പമില്ല, മാനേജ് ചെയ്യാവുന്ന. ഓക്കെ. സോ ഇന്റീരിയറിലെ കാര്യങ്ങളിലൊക്കെ വെച്ച് ഹാപ്പിയാണ്? അതെ അതെ അതെ, എല്ലാം ഹാപ്പിയാണ്. ഡാർക്ക് കളറാണ്, അതുകൊണ്ട് പെട്ടെന്ന് ചെളിയാവില്ല, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമുണ്ട്. ബ്ലാക്ക് ആൻഡ് ബ്രൗൺ. ഓക്കെ. പിന്നെ ഹൈബ്രിഡ് കാസിൽ എക്സ്ട്രാ ചെയ്യേണ്ടി വരുന്ന ഒരു സർവീസ് ആണ് നമ്മൾ ഹൈബ്രിഡ് വെന്റിലേഷൻ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാക്ക് സീറ്റിന്റെ സൈഡിൽ ഒരു ചെറിയൊരു വെന്റ് പോലെ ഉണ്ട് ഫിൽറ്റർ. അതിങ്ങനെ പൊടി പിടിക്കും. അത് നാച്ചുറൽ ആണ് ഇങ്ങനെ പൊടി പിടിക്കുന്നത്. അപ്പൊ നമ്മൾ അത് ഇടയ്ക്ക് ഒന്ന്
ഇവിടെ സർവീസിന് ചെല്ലുമ്പോൾ പറഞ്ഞാൽ അവരത് ക്ലീൻ ചെയ്ത് തരും. ഓക്കെ. അത് റീപ്ലേസ് ചെയ്തില്ല. ഇപ്പൊ 60,000 അവർ ക്ലീൻ ചെയ്ത് തന്നു. എത്ര റീപ്ലേസ് ചെയ്യേണ്ടി വരുമായിരിക്കും? അത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഓരോരുത്തരുടെ യൂസേജ് അല്ല. ഇപ്പൊ നമ്മൾ AC യൂസ് ചെയ്യാതെ ഫുൾ ടൈം ഗ്ലാസ് താഴ്ത്തി ഉപയോഗിക്കുന്നവരാണെങ്കിൽ മേ ബി ഇതൊരു 20-30,000 ചിലപ്പോൾ ക്ലീൻ ചെയ്യേണ്ട വരുമായിരിക്കും. അപ്പൊ അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പ്രശ്നം ഇതാണ് അതിന്റെ കൂളിംഗ്. ഹൈബ്രിഡിന്റെ പ്രോപ്പർ കൂളിംഗ് കിട്ടിയില്ലെങ്കിൽ ഹൈബ്രിഡിനും ഡാമേജ് ആവും. എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ വരാം ലോങ് റണ്ണില്. അപ്പൊ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. എക്സ്ട്രാ കോസ്റ്റ് ഒന്നും വരുന്നില്ലെന്ന് തോന്നുന്നില്ല. ഇല്ല, അത് ഫിൽറ്റർ റീപ്ലേസ് ചെയ്യണമെങ്കിലാണ് കോസ്റ്റ്. ഇതിപ്പോ ജസ്റ്റ് ക്ലീൻ ചെയ്തേ ഉള്ളൂ അവര്. റീപ്ലേസ് ചെയ്യണമെങ്കിൽ പോലും അതിന്റെ കോസ്റ്റ് വരുള്ളൂ. വലിയ കോസ്റ്റ് വരുന്നില്ല. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റത്തിന് അതെ അതെ അതെ, അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹൈബ്രിഡ് വണ്ടി എടുക്കുമ്പോൾ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയും സർവീസിന്റെ കാര്യങ്ങളൊക്കെ അറിയണം. ബാക്കി സജഷൻസ് കുറച്ച് അറിയാനുണ്ട്. അതൊക്കെ നമുക്ക് പുറത്ത് പോയി ചോദിച്ചാലോ? ആയിക്കോട്ടെ. ഓക്കെ. സർവീസ് കോസ്റ്റ് 60,000 കിലോമീറ്റർ ആയി. ഹൈബ്രിഡ് വണ്ടികൾക്ക് സർവീസ് കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ചിലർക്കുണ്ട്. എന്തുമാത്രം കോസ്റ്റ് ആണ് വരാറുള്ളത്? നമ്മളിപ്പോൾ ഓരോ 10,000-ലാണ് ഇതിന്റെ സർവീസ് വരുന്നത്. ഓക്കെ. ഒരു ആവറേജ് നോക്കി ഒരു 5,500 to 6,000 റുപ്പീസ് സർവീസ് കോസ്റ്റ് വരുന്നുള്ളൂ. ഓ, നോർമൽ മാരുതി ചെറിയ വണ്ടികൾ പോലെ? അതെ, വിത്തൗട്ട് വീൽ ബാലൻസിങ്. അതൊക്കെ അത് പുറത്താണ് നമ്മൾ ചെയ്യിക്കാറ്. വാഷിംഗ് പോലെ സെറാമിക് ചെയ്തത് കൊണ്ട് പിന്നെ നമ്മൾ തന്നെ ഇന്റീരിയർ അവര് സർവീസ് ടൊയോട്ട തന്നെ ചെയ്യിക്കും. ക്ലീനിങ് എല്ലാം ഔട്ട്സൈഡ് നമ്മൾ തന്നെ വാഷ്. അപ്പോൾ ബാക്കി കാര്യങ്ങളോട് കൂട്ടിയാണെങ്കിൽ 5,000 to 6,000 ബേസിക് പാർട്സ് അല്ല. ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, അങ്ങനത്തെ ക്യാബിൻ ഫിൽറ്റർ ഒക്കെ. സോ ഇനി പാർട്സ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ വേറെ അഡീഷണൽ കോസ്റ്റ് വരും. അപ്പം ഈ 60,000 കിലോമീറ്ററിൽ എന്തെങ്കിലും പാർട്സ് റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ ബ്രേക്ക് പാഡ്സും 50% ആയിട്ടുള്ളൂ. ഇന്നലെ ആയിരുന്നു സർവീസ് കഴിഞ്ഞത്. അവര് പറഞ്ഞു ഇനിയും ഒരു 90,000 ഒക്കെ ആകുമ്പോഴത്തേക്കും മതിയായിരിക്കും പറഞ്ഞു. ബ്രേക്ക് പാഡ്സ് ഫ്രണ്ടും ബാക്കും രണ്ടും സ്റ്റോക്കിലാണ് കിടക്കുന്നത്. ഡ്രൈവിംഗ് സ്റ്റൈൽ ഡിപെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പലർക്കും പല ബ്രേക്ക് പാഡ് ലൈഫ് ആയിരിക്കും. അതെ അതെ. അതുപോലെ ടയർ ലൈഫ് എന്ത് മാത്രം? ടയർ ലൈഫ് നമുക്ക് 50,000 കിലോമീറ്റേഴ്സ് വരെ കിട്ടിയായിരുന്നു സ്റ്റോക്ക് ടയേഴ്സിന്. ഇപ്പൊ നമ്മൾ പുതിയത് സെയിം അതേ സൈസ് തന്നെ അതേ കമ്പനി അപ്പോളോയുടെ തന്നെ ഇട്ടത്. സെയിം തന്നെ ഇട്ടു. അതെ അതെ. എന്ത് കോസ്റ്റ് ആയിട്ടുണ്ട്? നമുക്ക് ഓൾമോസ്റ്റ് 28,000 അടുത്ത്. ഞാൻ കറക്റ്റ് അതെ അതെ. ആ ഒരു 17-inch ടയറിന്റെ ഒരു നോർമൽ ആവറേജ് കോസ്റ്റ് ആണ് വന്നിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. സോ സർവീസ് കോസ്റ്റിൽ മറ്റുള്ള കാര്യങ്ങൾ 60,000 ആകുമ്പോൾ ചില വണ്ടികൾക്ക് മേജർ സർവീസ് വരും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു ഈ വണ്ടി? ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഡസ്റ്റർ ഉണ്ടായിരുന്നപ്പോ അതിന് 60,000 to 70,000 ഒരു ടൈമിംഗ് എന്തോ ബെൽറ്റ് ചേഞ്ച് ചെയ്യണം എന്നുള്ള ഇതൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ഇതായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇതിൽ വന്നപ്പോ ഇതിനിപ്പോ നമുക്ക് ബേസിക് സർവീസ് ചെയ്തു പോകുന്നേ ഉള്ളൂ. വേറെ പാർട്സ് റീപ്ലേസ്മെന്റും ഒന്നും വന്നിട്ടില്ല. അങ്ങനത്തെ നമുക്ക് വന്നിട്ടില്ല. അതാണ് നമ്മള് പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഹൈബ്രിഡിന്റേതായ ചെക്കപ്സ് എന്താണ് വരാറുള്ളത്? ഇതിന് നമുക്ക് ഹൈബ്രിഡ് ബാറ്ററി ഹെൽത്ത് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പൊ അതെല്ലാ സർവീസിലും നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്താലും അല്ലെങ്കിൽ അവർ ചെക്ക് ചെയ്യും. എന്നാലും അത് നമ്മുടെ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. നമുക്കിപ്പോ ഇതിന്റെ ലോങ് ടേം ഒരു എന്തെങ്കിലും ഇപ്പൊ ബാറ്ററി ഇഷ്യൂസ് വന്നാലും നമുക്ക് പറയാലോ. വാറന്റി ഉണ്ട്. ബാറ്ററി 1,60,000 കിലോമീറ്റേഴ്സ് വരെ ഓർ 8 years. വണ്ടിയുടെ വാറണ്ടി 3 years ഓർ 1,00,000 കിലോമീറ്റർ. സർവീസ് പാക്കേജസ് ഒന്നും എടുത്തിട്ടില്ല. സ്റ്റാൻഡേർഡ് നമ്മൾ എങ്ങനെയാണോ ഷോറൂമിൽ നിന്ന് തന്നെ ഓൺ ദ റോഡ് അത്രയേ ഉള്ളൂ. അത്രയും വേറെ എക്സ്ട്രാ എടുത്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യമാണ് ഹൈബ്രിഡ് വണ്ടികൾക്ക് പൊല്യൂഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. അതിന്റെ കാര്യം ഒന്ന് പറയോ? അതിപ്പോ നമ്മള് 1-2 സ്ഥലത്ത് പോയപ്പോ ഫസ്റ്റ് ഇയർ പൊല്യൂഷൻ കിട്ടിയില്ലായിരുന്നു. അവര് സംഭവം കണക്ട് ചെയ്യുമ്പോ ബാറ്ററി ആയതുകൊണ്ട് സെൻസ് ചെയ്യുന്നില്ലായിരുന്നു. EV മോഡിലോട്ട് സ്വിച്ച്. അതെ അതെ. പിന്നെ നമ്മൾ അവസാനം ചെയ്തത് ഡ്രൈവിലോട്ട് ഇട്ട് ബ്രേക്ക് ചവിട്ടി ആക്സിലേറ്റർ. സംഭവം സേഫ്റ്റി വൈസ് അത് നല്ലതല്ല. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് അത് ഡിമാൻഡ് ചെയ്യുകയാണ് പൊല്യൂഷൻ. അത് കാരണം നമുക്ക് എടുക്കണമെങ്കിൽ ഇതേ ഉള്ളൂ. പൊല്യൂഷൻ ഇല്ല, മീൻസ് ഇതിന്റെ എമിഷൻ വരാതെ എങ്ങനെ നമ്മൾ പൊല്യൂഷൻ കിട്ടും അല്ലേ? അതെ അതെ അതെ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്ലോ ആയിട്ട് ഓടിച്ച് ഇതിന്റെ ബാറ്ററി ഫുൾ ഡിപ്ലീറ്റ് ചെയ്യണം. ബാറ്ററി ചാർജ് തീർന്ന പെട്രോളിലോട്ട് വരും. എന്നിട്ട് അതെ. പക്ഷെ എന്നാലും അത് വളരെ പാടാണ് കിട്ടാൻ, പൊല്യൂഷൻ ഇതിന്റെ കിട്ടാൻ. പലർക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കാൻ വഴിയുണ്ടായിരിക്കും അല്ലേ? അതെ അതെ അതെ. നമുക്കിങ്ങനെ ഷോറൂമിൽ നിന്ന് തന്നെ ഫസ്റ്റ് ടൈം അവർ ഇങ്ങനെ ചോദിച്ചായിരുന്നു പൊല്യൂഷൻ ഒക്കെ കിട്ടിയായിരുന്നു, എങ്ങനെയാ ഇതെന്നുള്ള. അപ്പൊ ഞാനും പല ഓൺലൈൻ ഫോറമുകളിൽ വായിച്ചാണ് ഇങ്ങനെ കണ്ടത്. അപ്പൊ അത് ട്രൈ ചെയ്ത് നോക്കിയത്. ഈ ക്യാമറ ഉള്ളവരൊക്കെ ഇങ്ങനെ ഒരു യൂസ് ചെയ്തത്. അപ്പൊ അങ്ങനെയാ നമ്മളും ട്രൈ ചെയ്തപ്പോ പൊല്യൂഷന്റെ കിട്ടിയത്. ഓക്കെ, അതൊക്കെയാണ് സർവീസ് പരമായ കാര്യങ്ങളൊക്കെ. അതെ അതെ. ഓക്കെ, ഇനി വണ്ടിയുടെ നെഗറ്റീവ്സ് എന്തെങ്കിലും പോരായ്മകൾ തോന്നിയ കാര്യങ്ങൾ നമ്മൾ
കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തോന്നുന്നു, എങ്കിലും അല്ലാതെ എന്തൊക്കെയുണ്ട്? മെയിൻലി ഇതിനൊരു റിയർ വാഷ് വൈപ്പറും ഇത് ബേസ് വേരിയന്റ് ആയതുകൊണ്ടാണ്. പക്ഷെ അത് ആക്ച്വലി എല്ലാ വേരിയന്റിലും ബേസ് വേരിയന്റ് ആണെങ്കിൽ 20 ലക്ഷത്തിന്റെ വണ്ടിയാണ്. അതെ അതെ 20 പക്ഷെ അത് സ്റ്റാൻഡേർഡ് ആയിട്ട് തരുമായിരുന്നു നല്ലതായിരുന്നു. കാരണം നമ്മള് നാട്ടില് നല്ല രീതിയിൽ മഴയും പൊടിയൊക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് വിസിബിലിറ്റി പോവുക ഈ വൈപ്പർ ഇല്ലെങ്കിൽ. ബുദ്ധിമുട്ടാണ്. അത് സേഫ്റ്റി വൈസ് നോക്കുമ്പോഴും നമുക്കും സേഫ്റ്റി അതൊരു മീൻസ് ഒരു മെയിൻ മാൻഡേറ്ററി കൊടുക്കേണ്ട കാര്യങ്ങൾ ഒന്നാണ്. കുറച്ച് കഴിയുമ്പോൾ മാൻഡേറ്ററി ആയിരിക്കും. ഇപ്പൊ 6 എയർ ബാഗ്സ് അതെ അതേപോലെ ഇവൻച്വലി വരുമായിരിക്കും റിയർ വാഷ് വൈപ്പർ. വേറെ അതേപോലെ നമ്മുടെ സസ്പെൻഷൻ ഇതിൽ പറഞ്ഞ സ്റ്റിഫ് ആയിട്ടുള്ളത്. അത് പിന്നെ നമ്മൾ ബാറ്ററി ഇപ്പൊ ഇലക്ട്രിക് വണ്ടി എടുത്താലും ഇതേപോലെ സ്റ്റിഫ് ആയിരിക്കും സസ്പെൻഷൻ എന്ന് ഞാൻ. അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെ ആക്കാം. എന്തുകൊണ്ട് ഇലക്ട്രിക് വണ്ടി ചൂസ് ചെയ്തില്ല ഇത്രയും കിലോമീറ്റർ ഓട്ടമുള്ള ഒരാൾ? ഒന്ന്, നമ്മൾ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻസ് കുറവായിരുന്നു. 2 years before ടാറ്റ നെക്സോണേ ഉള്ളൂ, ZSEV. പക്ഷെ പ്രൈസ് ഹയർ ആയിരുന്നു, 20-30 എന്തായിരുന്നു. പിന്നെ നമുക്ക് മഹീന്ദ്ര 400 ലോഞ്ച് ആയില്ല. 400 ഉണ്ട്. EV ജസ്റ്റ് ആദ്യത്തെ മോഡൽ ഒന്നും അത്ര അതെ. അപ്പൊ ഇനീഷ്യൽ ഇതായത് കൊണ്ട് EV ബാറ്ററീസിന്റെ കൺസേൺസും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കും അതിന്റെ ടെൻഷൻസ് ഉണ്ട്. കാരണം നമ്മളിപ്പോ നമുക്ക് ഇന്ന് ട്രാവൽ ചെയ്യണ സൈറ്റ് ആയിരിക്കില്ല ചിലപ്പോ നാളെ പോകുന്നത്. അപ്പൊ നമുക്ക് പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാവുമെന്ന് ഉറപ്പില്ലായിരുന്നു ഒരു 2 years ബാക്ക്. അപ്പൊ ഇതാകുമ്പോ പിന്നെ നമുക്ക് അങ്ങനത്തെ കൺസേണും ഇല്ല. ടൊയോട്ടയുടെ ഓൾറെഡി റിലയബിൾ എഞ്ചിനും ഹൈബ്രിഡ് അവര് R&D പ്രോപ്പറായി ചെയ്ത് വന്ന ഒരു ഇതാണ്. അതുകൊണ്ടാണ് നമ്മള് ഡയറക്റ്റ് ഇതിലോട്ട് തന്നെ വന്നത്. അപ്പം അറ്റ് പ്രസന്റ് കണ്ടീഷൻ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് EV കുറെ കൂടെ അപ്ഡേറ്റ് ആയല്ലോ. ഫുള്ളി അപ്ഡേറ്റ് ആയെന്ന് പറയുന്നില്ല, എങ്കിലും കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയി. അപ്പൊ ഇപ്പൊ നിലവിൽ എടുക്കുവായിരുന്നെങ്കിൽ ഏത് വണ്ടിയിലോട്ട് പോകാനായിരുന്നു ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഉള്ള വണ്ടി 2 ഓപ്ഷൻസ് ആയിരുന്നു ഞാൻ. ഒന്നെങ്കിൽ MG വിൻസർ EV, അതിന് ലൈഫ് ടൈം വാറണ്ടി ഉണ്ട്. അതേപോലെ മഹീന്ദ്ര B6, അതും ഈ ഒരു 19-20 പ്രൈസ് റേഞ്ചിൽ വരുന്ന വണ്ടിയാണ്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഒരു 4 to 5 years ഇവൻച്വലി അത്രേ ഉള്ളൂ. കുറച്ചുകൂടെ ബാറ്ററി കോസ്റ്റ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. ഹൈബ്രിഡ് വണ്ടികൾ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് EV-യോടുള്ള അപ്രോച്ച് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. അതെ അതെ. എടുക്കാഴികയൊന്നുമില്ല. ഇല്ല ഇപ്പൊ മേ ബി ഫ്യൂച്ചറിൽ എടുത്തൊന്നും വരാം. ഫൈൻ. ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. വിറ്റാരയ്ക്കും ഇതിനും എക്സാക്ട് സെയിം പെർഫോമൻസ് തന്നെയാണോ? അതെ തീർച്ചയായിട്ടും. ടൊയോട്ട അവരുടെ രീതിക്കുള്ള എന്തെങ്കിലും ട്യൂണിങ് ചെയ്തിട്ടുണ്ടോ? യാതൊരു ട്യൂണിങ് സെയിം വെഹിക്കിൾ തന്നെയാണ്. മൈൽഡ് ഹൈബ്രിഡ് എടുക്കണോ, സ്ട്രോങ് ഹൈബ്രിഡ് എടുക്കണോ? എന്താണ് ബ്രോഡ് ഒപ്പീനിയൻ? എന്റെ അഭിപ്രായത്തിൽ ഒരു 1500 കിലോമീറ്റേഴ്സ് എങ്കിലും മന്ത്ലി ഉണ്ടെങ്കിൽ ഹൈബ്രിഡ് എടുക്കാം. അതിൽ താഴെയാണെങ്കിൽ നമ്മൾ ഇതെടുത്താൽ മതി. സ്മാർട്ട് ഹൈബ്രിഡിന്റെ ആവശ്യമുള്ളൂ. അതെ, നമ്മൾ ആ പ്രൈസ് ഡിഫറൻസിൽ നമ്മൾ പേ ചെയ്യണേൽ വർത്ത് അല്ല. ഈ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്നത് നോൺ ഹൈബ്രിഡിനാണ് കേട്ടോ. സോ എല്ലാവരും പറഞ്ഞ് ചിലർക്ക് കൺഫ്യൂഷൻ വരും സ്മാർട്ട് ഹൈബ്രിഡും സ്ട്രോങ് ഹൈബ്രിഡും തമ്മിൽ. അതിൽ ഓട്ടോ സ്റ്റാർട്ട്സ് സിസ്റ്റം ഉണ്ടെന്ന് തോന്നുന്നു. അതിനാ ജസ്റ്റ് അവർ ഹൈബ്രിഡ് എന്നൊക്കെ പറയുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, എന്റെ വണ്ടി ഈ വീക്ക് 60,000 സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ. ഹൈ റൈഡർ ഫുൾ ഓപ്ഷൻ ഹൈബ്രിഡ് അടിപൊളി എന്നൊക്കെ പറഞ്ഞ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കിയായിട്ട് ടയർ ഇതുവരെ മാറിയിട്ടില്ല. 70,000 കിലോമീറ്റർ കിട്ടുമായിരിക്കും. 10,000 കൂടി ഇനി ഓടാനുള്ളതുണ്ട്. സർവീസ് കോസ്റ്റ് ഞാൻ പാക്കേജ് എടുത്തത് കൊണ്ട് ഒരു 5K സംതിങ്ങേ വരുന്നുള്ളൂ. പാക്കേജ് എടുത്തുകൊണ്ട് 5K സംതിങ്ങേ വരുന്നുള്ളൂ. പാക്കേജ് എടുക്കാതെ 7K വരുന്നുള്ളൂ ബ്രോയ്ക്ക്. 7 വരുന്നില്ല, 5.5 to 6,000 വരുന്നുള്ളൂ. ഓക്കെ, പാക്കേജ് എടുത്തത് കൊണ്ട് 5K സംതിങ്ങേ വരുന്നുള്ളൂ എന്ന് പറയുന്നു. മനസ്സിലായില്ല എനിക്ക്. ബ്രേക്ക് പാഡ് ഇതുവരെ മാറിയിട്ടില്ല. ഇനി ഒരു 50K സിംപ്ലി ഓടാൻ പറ്റുമെന്നാണ് സർവീസ് സെന്ററിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. ഗുഡ് മൈലേജ് എനിക്ക് ആവറേജ് 25 എബോ കിട്ടുന്നുണ്ട്. 28 to 32 ആണ് സ്ട്രെയിറ്റ് റോഡ്സിൽ കിട്ടാറുള്ളത്. ഓക്കെ, ഒരു യൂസർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഹൈ റൈഡർ V ഓപ്ഷൻ ടോപ്പ് എൻഡ് ആണ് എടുക്കാൻ പ്ലാൻ ഉണ്ട്. നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കുന്നു. സോ അതിൻ്റെ സെയിം യൂസർ എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്. കുറച്ച് ഫീച്ചേഴ്സ് കൂടി എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വരും. 360 ക്യാമറ അല്ലെങ്കിൽ പാനോറമിക് സൺറൂഫ്, അങ്ങനത്തെ സീറ്റ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൂടെ വരും എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ സെയിം യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്തായാലും. പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. ടയർ ലൈഫ്, സർവീസ് കോസ്റ്റ്, ഓൺ റോഡ് പ്രൈസ്, നെക്സ്റ്റ് കാർഡ് അപ്ഗ്രേഡ് പ്ലാൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പലർക്കും സംശയം ഉണ്ടായിരുന്നത്. എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ബ്രോയ്ക്ക് എന്താണ് സജഷൻ കൊടുക്കാനുള്ളത് ഒരു ഹൈ റൈഡർ ഹൈബ്രിഡ് അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡ് എടുക്കാൻ പ്ലാൻ ഉള്ളവർക്ക്? ഇപ്പം ഞാൻ എൻ്റെ വൈഫ് തന്നെ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡെയിലി ഒരു 30 കിലോമീറ്റർ ട്രാവൽ വരുന്നുണ്ട് വൺ സൈഡ് അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഹൈബ്രിഡ് എടുക്കുവാണെങ്കിൽ ആക്ച്വലി നല്ലൊരു ഓപ്ഷനാണ്.
കാരണം നമുക്കിപ്പോൾ വേറെ വെയിലും പൊടിയും ഒന്നും കൊള്ളാതെ ഒരു കാറ് പോവും, എന്നാൽ അത്യാവശ്യം മൈലേജും ഉണ്ട്, വലിയ മെയിൻ്റെനൻസ് കോസ്റ്റും ഒന്നുമില്ല. ഈ ഒരു 30 മൈലേജ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇപ്പോഴത്തെ 2 വീലേഴ്സ് പോലെ ഉള്ള മൈലേജ് കിട്ടും അല്ലേ? നല്ലൊരു ബൈക്ക്. ഇപ്പൊ നമുക്കൊരു 25 ആണെങ്കിൽ പോലും വേറെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടല്ലോ. AC ആണ്, AC-ൽ ഇരുന്ന് പോകാം, AC-ൽ പൊടിയൊന്നും കൊള്ളണ്ട. അതെ, അങ്ങനത്തെ ചെറിയ ചെറിയ ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ഹൈബ്രിഡ് വണ്ടി എടുക്കാനിരിക്കുന്നതെങ്കിൽ ടൊയോട്ട ആയിരിക്കും ബെറ്റർ. അവർക്ക് എക്സ്ട്രാ ഈ ഒരു വേരിയന്റ് ഉണ്ട്, അതേപോലെ പ്രൈസിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. എന്തോ കുറവുണ്ടോ ഇതില് ഹൈബ്രിഡ് എഞ്ചിൻ? എനിക്ക് തോന്നുന്നു ഇവരുടെ എഞ്ചിൻ ആയതുകൊണ്ട് അവരെന്തോ കുറച്ച് കുറവുണ്ടോ ഇനീഷ്യലി ഉണ്ടായിരുന്നു അങ്ങനെ. കാരണം ഇതിന്റെ ടോപ്പ് വേരിയന്റിന് അല്ലല്ല അത് പ്രശ്നമില്ല. ഓക്കെ, പക്ഷേ ഇതിന്റെ ടോപ്പ് വേരിയന്റ് 26 റേഞ്ച് വരുന്നുണ്ട്. അതെ. ഓക്കെ, അപ്പോ ഗ്രാൻഡ് വിറ്റാരയുടെ ടോപ്പ് വേരിയന്റ് എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ട് താഴെ കൊടുത്തേക്കാം. സോ ഹൈബ്രിഡ് എടുക്കുകയാണെങ്കിൽ ടൊയോട്ടയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. മൈൽഡ് ഹൈബ്രിഡ് അല്ലെങ്കിൽ നോൺ ഹൈബ്രിഡ് മാരുതിയുടെ ഇതിലാണെങ്കിൽ മാരുതി ഗ്രാൻഡ് വിറ്റാര ആയിരിക്കും. അതെന്താണ് ഇതിന്റെ നോൺ ഹൈബ്രിഡിലോട്ട് സജസ്റ്റ് ചെയ്യാത്തത്? അത് ടൊയോട്ടയുടെ എഞ്ചിൻ തന്നെയാണ് ഇതിലിരിക്കുന്നത് ഹൈബ്രിഡില്. അപ്പൊ ടൊയോട്ടയുടെ ആ സർവീസിൽ ആ ഒരു ഡിഫറൻസ് ഇത് വരും. മറ്റേത് എന്തെങ്കിലും ഇഷ്യൂസും ഉണ്ടെങ്കിലും മാരുതിയുടെ ആണല്ലോ ഇരിക്കുന്നത്. ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവുന്നതാണ് ഞാൻ കരുതുന്നത്. സോ ആ ഒരു എഞ്ചിന്റെ കാര്യത്തിൽ മാത്രം, അല്ലാതെ ഇന്റീരിയറിലെ എന്തെങ്കിലും പാർട്സും എന്തെങ്കിലും മെറ്റീരിയൽസും ക്വാളിറ്റി ഡിഫറൻസ് ഫീൽ ചെയ്തോ? സെയിം ഇത് തന്നെയല്ലേ? സെയിം തന്നെ. മാരുതി ഇപ്പൊ നമ്മളിപ്പോ സ്വിഫ്റ്റോ ബലനോയിൽ കയറി അതേ ബട്ടൺസും എല്ലാം സെയിം ആണ്, ലോഗോ മാത്രമാണ് വ്യത്യാസം. അതെ. അതേപോലെ പവർ വിൻഡോ താഴ്ത്തുമ്പോ മറ്റേ ഡോർ പാഡ് ഇച്ചിരി നീങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ്മെന്റ് വരും. അത് നമ്മുടെ മാരുതി വണ്ടികളിലുള്ളത് അത് ഇതിലുണ്ട്, ഫീൽ ചെയ്യും. സെയിം ഉണ്ട്. അല്ല, അത് ഇതിലുണ്ട്. ഇതിന്റെ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്? അതൊക്കെ ഡ്രൈവിംഗ് വൈസ് വലിയ നമുക്ക് ഫീലോ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. ഒരു ഡെയിലി ഡ്രിവൺ കാർ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ നമുക്കൊരു ഫോക്സ് വാഗൺ പോളോ യൂസ് ചെയ്യണ ഒരു അങ്ങനത്തെ ഫീലോ കംഫർട്ട് അതൊന്നും ഉണ്ടാവില്ല. ഒരു ഡ്രൈവിംഗ് ഈ ആവശ്യങ്ങൾ നടക്കും, നല്ലൊരു എഫിഷ്യൻസി കിട്ടും എന്നുള്ള കാര്യങ്ങൾ. ഇനി മുമ്പേ പറയാൻ വിട്ടുപോയ 2 നെഗറ്റീവ്സ് കൂടെ ആഡ് ചെയ്യാണ്. ഒന്ന്, നമ്മുടെ ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി ഇച്ചിരി മോശമായിരുന്നു. അപ്പൊ നമ്മൾ അത് കാരണം ബൾബ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ രാത്രി നൈറ്റ് ഡ്രൈവ്സ് ഒക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഹൈ റേഞ്ച് ആണ്, ഫോഗി. അപ്പൊ അത് കാരണം നമ്മൾ ലൈറ്റ്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്നലെ നമ്മൾ സർവീസിന്റെ ഇടയ്ക്ക് സൈലൻസറിൽ ചെറിയ റസ്റ്റ് പോലെ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ അത് കാരണം അതിനൊരു കോട്ടിങ് അവര് ചെയ്ത് തന്നിട്ടുണ്ട്. യൂഷ്വലി ഇപ്പൊ എല്ലാ ഷോറൂംസും അണ്ടർബോഡിയും അതേപോലെ സൈലൻസറിനും ഒരു കോട്ടിങ് സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് ചെയ്യുന്നതാണ് നല്ലത്. അതെ, നമ്മളിപ്പോ അണ്ടർബോഡി ഇതിന് ചെയ്തായിരുന്നു, അപ്പൊ സൈലൻസർ നമ്മൾ ചെയ്തില്ലായിരുന്നു. അപ്പൊ അത് കാരണം അത് ഇന്നലെ അഡീഷണൽ ചെറിയ റസ്റ്റ് 2 വർഷം ആയപ്പോഴത്തേക്കല്ലേ ചെറിയ, അത് മേ ബി നമ്മുടെ ഇപ്പൊ യൂസേജിന്റെ പാറ്റേൺ വെച്ചാവാം, അതുകൊണ്ടും ആവാം ഇപ്പൊ റസ്റ്റ് വന്നത്. ഓക്കെ. പിന്നെ അതുപോലെ സർവീസ് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചില്ല. ഫോർച്യൂൺ ടൊയോട്ട എന്നാണ് എടുത്തത്. എല്ലാവരും നിപ്പോൺ പറയുന്ന കേൾക്കാം. സോ ഫോർച്യൂണിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അത് ഇവിടെ പുതിയതായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത ഡീലേഴ്സ് ആയിരുന്നു. വളരെ നല്ല സർവീസും ഇവരുടെ എല്ലാം. സെയിൽസും നല്ലതായിരുന്നു, സർവീസും നമ്മുടെ എല്ലാം. ഓക്കെ. ഇത് അടുത്തുള്ളതുകൊണ്ടാണോ അങ്ങോട്ടേക്ക് പോയത് അതോ? അല്ല, നമുക്ക് മറ്റേതും നിപ്പോണും അടുത്ത് തന്നെയായിരുന്നു. അപ്പൊ നമ്മളിത് പുതിയതായത് കൊണ്ടൊന്നും അവിടെ ട്രൈ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ വളരെ ഹാപ്പി ആണ്, സാറ്റിസ്ഫൈഡ് ആണ് സർവീസിലെല്ലാം. ഓക്കെ. സോ അതൊക്കെയാണ് നമുക്ക് പറയാനുണ്ടായിരുന്നത് ഹൈ റൈഡർ ഹൈബ്രിഡ് വേരിയന്റിനെ പറ്റി. 60,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 2 വർഷം എന്ന് പറയുമ്പോൾ നല്ല ഓട്ടം ഉണ്ട്. സോ എന്തുമാത്രം റിലയബിൾ ആണ് എന്നുള്ളത് ഓൾറെഡി ഉള്ള ടൊയോട്ട വെഹിക്കിളിൽ നിന്നും ഓൾറെഡി പ്രൂവൺ ആണ് അല്ലേ? ഓക്കെ, അപ്പം അതൊക്കെയായിരുന്നു നമുക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ബ്രോ. യെസ്, താങ്ക് യു. വളരെ നന്ദി. നമുക്ക് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് തന്നു. ഒരു 6 സർവീസ് കഴിഞ്ഞ ഹൈബ്രിഡ് വേരിയന്റ് ആകുമ്പോൾ കുറെ കാര്യങ്ങൾ അറിയാനുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഹാപ്പി ആയിട്ട് പോകും. ഓക്കെ, അപ്പം ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ വണ്ടിയുടെ യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. walkwithnf@gmail.com അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ് ആയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹൈബ്രിഡ് വെഹിക്കിൾസ് ആയിട്ടും ഇലക്ട്രിക് കാർസ് ആയിട്ടും ഒക്കെ നമ്മൾ വീണ്ടും നമ്മുടെ ചാനൽ യൂസർ എക്സ്പീരിയൻസും ഫുൾ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.